ശ്രീ മാണി സി കാപ്പൻ 4 മിനിറ്റ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ സമാരംഭം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയമായ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ നയപ്രഖ്യാപനത്തെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നുള്ളതാണ് ഈ നയപ്രഖ്യാപനത്തെ ആകെ ഉള്ളടക്കം. സർ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുകയും സ്ത്രീപക്ഷ നിലപാടുകൾ പിന്തുടരുകയും ചെയ്യുന്ന ഈ നയപ്രഖ്യാപനത്തെ അനുകൂലിക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടികൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിലും നടപ്പാക്കും എന്ന നയപ്രഖ്യാപനത്തിലൂടെ സമൂഹത്തിന് ഉറപ്പ് നൽകിയ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തെ തീരദേശത്തെയും നദികളെയും തടാകങ്ങളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സംയോജിത വികസന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം കേരളത്തിൻ്റെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രാദേശിക ഉപജീവന മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കും വിധം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പ്രധാന ആരാധനാലയങ്ങളെയും ഉൾപ്പെടുത്തി പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് ആരംഭിക്കും എന്ന പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിൽ ആയിരങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യം ഉറപ്പാണ്. ഇത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ തുറന്നുകൊടുക്കും. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ച് സർക്കാർ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും അനുകമ്പകരമായ നയമാണ് സ്വീകരിക്കുന്നത്. മുൻ UDF സർക്കാർ നടപ്പാക്കിയ വയോമിത്രം പരിപാടി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കും എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പ്രധാന വിളകളായ നെല്ല്, റബ്ബർ, നാണ്യവിളകൾ തുടങ്ങിയ എല്ലാത്തരം കൃഷികളും വർഷം തോറും കുറഞ്ഞു വരുന്നു. തൊഴിലാളികളുടെ ക്ഷാമവും വളങ്ങളുടെ ദൗർബല്യവും ഉൽപ്പന്നങ്ങൾ ന്യായവില നൽകി യഥാസമയം സംഭരിക്കാത്തതും കഴിഞ്ഞ കാലങ്ങളിൽ കൃഷിക്കാരുടെ ജീവിതം ദുരിതമാക്കി. ഇതിനു പുറമെയാണ് വന്യമൃഗങ്ങളുടെ ഭീഷണി. കർഷകനെ കാർഷിക മേഖലയിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് അവരുടെ കാർഷിക വിളകൾ കേടുപാടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന കോൾഡ് സ്റ്റോറേജുകളും ഫുഡ് പാർക്കുകളും ഇവിടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ ശേഖരിക്കുന്ന വസ്തുക്കളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് അതിലൂടെയുള്ളത്. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളിലും പുനഃപരിശോധിക്കുന്നതിന് കമ്മീഷനെ വയ്ക്കുവാനുള്ള നടപടികളും കൃഷിഭൂമിയും വനഭൂമിയും തമ്മിലുള്ള അതിർത്തി കൃത്യമായി നിർണ്ണയിക്കാനുള്ള തീരുമാനവും കേരളത്തിലെ കർഷകരോടുള്ള UDF സർക്കാരിൻ്റെ പ്രതിബദ്ധത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമവും ഭൂപരിഷ്കരണ നിയമവും കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൊഴിലും വിദ്യാഭ്യാസവും നേടി യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് കൂട്ടപ്പലായനം ചെയ്യുന്ന കേരളത്തിൽ വിദ്യാർത്ഥികളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്ന അപ്രന്റീസ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനുള്ള നീക്കം ഉറപ്പായും തൊഴിൽരഹിതരായ അനേകായിരം യുവജനങ്ങൾക്ക് ആശ്വാസമാകും എന്ന കാര്യം ഉറപ്പാണ്. സർ, കേരളം അഭിമാനിച്ചിരുന്ന എല്ലാ മേഖലകളെയും താറുമാറാക്കി കേന്ദ്രവിരുദ്ധത മുഖമുദ്രയാക്കി കടമെടുത്തും ധൂർത്തടിച്ചും സംസ്ഥാനത്തെ ഒരു ദശാബ്ദം പുറകോട്ടടിച്ച മുൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിൽ നിന്നും കേരളത്തെ പുതിയ യുഗത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം തന്നെ സമസ്ത വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമാണ്. സർ, സ്പോർട്സിന് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് മുൻ സ്പോർട്സ് താരം കൂടിയായി എനിക്കൊരു സജഷനുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്പോർട്സ് അക്കാഡമി ഇവിടെ കൊണ്ടുവന്നാൽ വിഷൻ 2036 2036 ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിയുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ ജനക്ഷേമ നടപടികളുമായി മുന്നേറുന്ന സർക്കാർ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ട് അവതരിപ്പിച്ച ഈ നയപ്രഖ്യാപനത്തെ ഏറ്റവും ശക്തമായി ഞാൻ പിന്താങ്ങുകയും അനുകൂലിക്കുകയും ചെയ്യും.